സിനിമയ്ക്ക് മുന്നേ അമലിനെ പരിചയമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ അത്ര എനിക്കൊന്ന് കുറച്ച് വർഷങ്ങളുടെ പരിചയമുള്ള ഒരാളെ ഏതൊരു ഘട്ടത്തിലാണ് അമലിന്റെ കൂടെയാണ് എന്റെ ബാക്കി ജീവിതം എന്ന് ജ്യോതി തീരുമാനിക്കുന്ന ഏതൊരു ഘട്ടത്തിലായിരിക്കും? അങ്ങനെയൊക്കെ എനിക്കറിയില്ല. somehow it just happened. സൗഹൃദത്തിൽ നിന്ന് തന്നെ. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ഈ പാട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സാഗറിലേക്ക് ചെയ്യുന്ന സമയത്തൊന്നും പ്രണയം അങ്ങനെ ഒരു കാര്യമില്ല. He was a friend. അന്ന് ഫ്രണ്ട് തന്നെയായിരുന്നു. കാരണം അങ്ങനെ പ്രത്യേകിച്ച് അമൽ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ജീവിക്കുന്ന ഒരാളാണ് അല്ലെ. എന്നിട്ടും അമലും ജ്യോതിർമയും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ കുറിച്ച് യാത്ര പോകുന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും നമുക്ക് അറിയില്ല. കാരണം ഒന്നും പുറത്തേക്ക് അല്ലെ അധികം അങ്ങനെ പബ്ലിക്കാക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഏറ്റവും സ്വകാര്യമായിട്ട് ഏറ്റവും സന്തോഷം കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്താ? യാത്ര തന്നെയായിരിക്കും. തീർച്ചയായും യാത്രകൾ തന്നെയാണ്. അപ്പൊ നമ്മൾക്ക് കുറച്ചും കൂടി നമ്മള് റിലാക്സ്ഡ് ആണ്. നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങളും പുതിയ പുതിയ ആളുകളും ഒക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ മൈൻഡും എല്ലാം റിഫ്രഷ് ചെയ്യും തോന്നുന്നു. യാത്രകൾ എപ്പോഴും ഞങ്ങള് മിക്ക പ്രോജക്റ്റ് കഴിയുമ്പോഴും അമലും ഞാൻ മോൻ വന്ന ശേഷം മോനും ഒരു യാത്ര എന്ന് പറഞ്ഞാൽ കുറേ അധികം സമയം നമ്മൾ വേറെ സ്ഥലത്ത് ട്രാവൽ ചെയ്യാനും പല പല ആളുകളെ കാണാനും ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പൊ അമലിനോട് ചോദിക്കാൻ പറ്റാത്തൊരു 100 അത്രയും ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. എങ്ങനെയാണ് ഇപ്പൊ അമലിന്റെ സംവിധായകനെ ഇപ്പൊ എല്ലാവരും പുറമേ വരുന്നത്, അമലിന്റെ ആ ഒരു എഴുത്തുകാരന്റെ ആ ഒരു സൈഡ് എങ്ങനെയാണ്? ഇപ്പൊ കുറെ പേര് പറയാറുണ്ട് എഴുതുന്ന സമയത്ത് ഭയങ്കര സൈലന്റ് ആയിട്ട്. ഇപ്പൊ വീട്ടിൽ തന്നെ ആയിരിക്കും അമൽ? എങ്ങനെയാണ് ആ എഴുത്തിന്റെ ഒരു പ്രോസസ് അമലിന്റെ എങ്ങനെയാണ്? വീട്ടിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഓഫീസില്. എപ്പോഴും അങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് അങ്ങനെയൊന്നും അല്ല. ആളുകൾ വേണം അമലിന്. ഇഷ്ടമാണ് ആളുകൾ എപ്പോഴും ഉണ്ടാവുന്നത്. മാറി നിന്നിട്ടൊന്നും ആയിരിക്കില്ല. എപ്പോഴും വീട്ടിൽ തന്നെയോ അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും അടുത്ത് ഉണ്ടാവാറുണ്ട്. അങ്ങനെ തന്നെയാണ്. ഇപ്പം അമലിന്റെ ആ ഒരു എഴുത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, സംവിധാനത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ അമൽ എന്നുള്ള അച്ഛനും ഭർത്താവും എങ്ങനെയാണ്? വെരി കെയറിങ്, വെരി ലവിങ്. രണ്ട് വാക്കിൽ നമ്മൾ അതിനെ അത്രത്തോളം. കാരണം വീട്ടിലിരുന്ന് എഴുതുക എന്ന് പറയുന്നത് കാരണം കൂടുതലും പേർക്ക് പറ്റാവുന്ന ഒരു കാര്യമല്ലാണെന്ന് തോന്നുന്നു. കാരണം എഴുത്തുകാർ എപ്പോഴും കുറച്ച് സ്വസ്ഥത ആഗ്രഹിക്കണം. അപ്പൊ നിങ്ങളുടെ ഒപ്പം ഇരുന്ന് എഴുതുക എന്ന് പറയുമ്പോൾ തന്നെ അപ്പൊ എഴുത്തിന്റെ ഓരോ ഘട്ടത്തിലും ജ്യോതിയുമായി ചർച്ച ഉണ്ടാവാറുണ്ടോ ഈ സിനിമ അല്ലാതെ തന്നെ? അങ്ങനെ എനിക്ക് അങ്ങനെ ചർച്ച എന്നല്ല, ഒരു പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ സംസാരം വരുന്ന സമയത്ത് അങ്ങനെ സംസാരിക്കാറുണ്ട്. അതിനെപ്പറ്റി ഒപ്പീനിയൻസ് പങ്കുവെക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നമ്മളറിയാവുന്ന ജ്യോതി അഭിനേതാവാണ്, ഇപ്പൊ പ്രൊഡ്യൂസറുമാണ്. ഇതല്ലാതെ സിനിമയുടെ ഏതെങ്കിലും മറ്റു മേഖലകളിൽ ജ്യോതിക്ക് താല്പര്യമുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്? അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ടോട്ടാലിറ്റിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ സിനിമയുടെ കാര്യങ്ങൾ വരുമ്പോഴോ പലതും എസ്പെഷ്യലി ഇപ്പം ഒരു ക്യാരക്ടർ, ഇപ്പം ഞാൻ ഋതുവിൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലുക്കാണെങ്കിലും എൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിലും ഒക്കെ എൻ്റെ അടുത്തും ഇങ്ങനെ ഓരോ സജഷൻസ് അങ്ങനത്തെ ക്യാരക്ടറിൻ്റെ കാര്യത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനത്തെ സജഷൻസും ഒപ്പീനിയൻസും ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം ജ്യോതി. ഇനി ഒരുപാട് ചോദ്യങ്ങൾ എന്തൊക്കെയോ ചോദിക്കണം എന്ന് എനിക്കുണ്ട്. കാരണം റേക്കൂട്ടന്റെ ശബ്ദം അവിടെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ, കാരണം പേഴ്സണലി പറയണെങ്കിൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നടി കൂടെയാണ് ജ്യോതിർമയി. അപ്പൊ ഇനി ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മലയാളികൾ കാത്തിരിക്കുന്നു. വീണ്ടും ഇതുപോലെ ബൊഗൈൻവില്ല പോലെ പൂത്ത് തളിർക്കട്ടെ അഭിനയത്തിലും ജീവിതത്തിലും. താങ്ക് യു സോ മച്ച് ജ്യോതി. താങ്ക് യു പൊന്നി, താങ്ക് യു സോ മച്ച്.